ഇനി നമ്മൾ പോകുന്നത് അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത് നിലവിലുള്ളത് ആസിം വെളിമണ്ണ എന്ന വിദ്യാർത്ഥിയുടെ വസതിയിലാണ്. അഭിജിത്ത്, ഈ ആസിം ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മറികടന്ന് പരീക്ഷ എഴുതിയ കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ആസിമിൻ്റെ പരീക്ഷാ ഫലം, എങ്ങനെയാണ്? നമുക്ക് ആസിമുമായി സംസാരിക്കാമെന്ന് തോന്നുന്നു. അനുജ, തീർച്ചയായും ആസിം വെളിമണ്ണയെ നമുക്കൊക്കെ അറിയാം. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു കുട്ടിയാണ് ആസിം വെളിമണ്ണ. ഇരു കൈകളും ജന്മനാ നഷ്ടപ്പെട്ട് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ആസിം വെളിമണ്ണ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയത് നമ്മളപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, 24 അവിടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ആസിം ഒരു ഉറപ്പ് നൽകിയിരുന്നു, 10ാം ക്ലാസ്സിൽ താൻ മികച്ച വിജയം നേടുമെന്നായിരുന്നു ആസിമിന്റെ ഉറപ്പ്. ഏതായാലും ആ ഉറപ്പ് ആസിം പാലിച്ചിട്ടുണ്ട്. 5 A+ ആസിം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ ആസിം നമുക്കൊപ്പം ഉണ്ട്. ആസിമെ, 5 A+ നേടിയല്ലേ? എങ്ങനെയുണ്ട്? സന്തോഷാണോ? പിന്നെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച കൂടുതൽ മാർക്കൊക്കെ വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയി പോയി. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് ആസിം ഒരു പ്രധാനപ്പെട്ട കാര്യം, ആസിം 7ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10ാം ക്ലാസ്സിലേക്ക് വന്നതാണ്. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്ന് 7 നിന്ന് നേരെ 10ലേക്ക് എത്തിയതാണ് ആസിം. എങ്ങനെയാണ് ആസിമെ, ഏതൊക്കെ വിഷയത്തിനാണ് മാർക്ക് A+ കിട്ടിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിന് ആസിമിന് A+ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കാര്യം തന്നെയാണത്. അതെ, മാത്തമാറ്റിക്സ് A+, പിന്നെ ബയോളജി, പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് A+ ആണ്. പിന്നെ നോക്കാൻ മറന്നുപോയി, സ്റ്റേറ്റ്മെന്റിന് മറന്നുപോയി. എങ്ങനെയാണ് ആസിമെ ഇപ്പോൾ നമ്മൾ അവിടത്തേക്ക് ചെല്ലുന്നു? നിങ്ങൾ ഒരുപക്ഷെ ആസിം വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, ഇങ്ങനെയൊരു വളരെയധികം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നിട്ടാണ് ആസിം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നത്. നല്ല വിജയം, മികച്ച വിജയം നേടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. എങ്ങനെയായിരുന്നു ആസിമെ ആ ഒരു യാത്ര? ഞാൻ കഴിഞ്ഞിട്ട് നേരെ 10ാം ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കൊന്നും കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം പഠിക്കാൻ പറ്റി. അതുകൊണ്ട് നല്ലൊരു വിജയം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഏത് വിഷയം എടുക്കാനാണ് ഇഷ്ടം? നമ്മൾ +1 +2 ഒക്കെ ഇനി ഉണ്ട്. അപ്പോൾ +1 ഏത് വിഷയം എടുക്കാനാണ് ഇഷ്ടം? എനിക്കൊരു സൈക്കോളജി മേഖലയിലേക്ക് പോകാൻ ഉള്ളതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നാണ് താല്പര്യം. ബയോളജിയിൽ A+ ആണ്, അപ്പോൾ ബയോളജി സയൻസ് എടുക്കണ്ട? അതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിം. ഒപ്പം തന്നെ ആസിമിന്റെ ഉപ്പയുണ്ട്. കാരണം ആസിമിനെ ഇത്രയും വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവന്നത് ആസിമിന്റെ ഉപ്പയാണ്. ഒക്കെ എന്ത് തോന്നുന്നു ഇപ്പോൾ 5 A+ നേടിയിരിക്കുന്നു ആസിം? സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആസിം 7 വരെ പോയിട്ടുള്ളൂ. 7 കഴിഞ്ഞിട്ട് 4 കൊല്ലം സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാങ്കേതിക കാരണങ്ങളാൽ, കാരണം അവൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പം ഞാൻ ജോലിയിലിരുന്ന്, അപ്പോൾ ആരും ദൂര സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ കോവിഡൊക്കെ വന്ന സമയമായതുകൊണ്ടൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ പിന്നീട് അവന് 10ാം ക്ലാസ് എഴുതണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ ജോലി ഉപേക്ഷിച്ച് അങ്ങനെ അവനെ സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ ഏതായാലും ഈ സ്കൂളിൻ്റെ ഇടയിൽ ആസിമിന് പിന്നെ ബേസിക് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ MJHS സ്കൂൾ എലൈറ്റിൽ അവരും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ശക്തമായി അവനെ ഏറ്റെടുത്തു, ചേർത്ത് പിടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ പരിപാടികളും ഫംഗ്ഷനുകളും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലാണ് ആസിമിക്ക്, എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, പരീക്ഷണ ടൈമിലൊക്കെ ടീച്ചർമാരെടുത്തു പോയി, പല ദൂര സ്ഥലങ്ങളിലെ ടീച്ചർമാരെടുത്തു പോയിട്ട് അവരെടുത്തിരുന്ന് ഉറക്കൊഴിച്ച് പഠിച്ചതിൻ്റെയൊക്കെ ആ ഒരു വലിയ പിന്നെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഏതായാലും അങ്ങനെ തന്നെയാണ് അനുജ. വലിയ പ്രതീക്ഷ ഈ ഒരു ആസിമിന്റെ ഉപ്പയ്ക്കുണ്ട്. സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളതാണ് ആസിമിന്റെ താല്പര്യം. ഏതായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആസിം എത്തട്ടെ. ആസിമിന് എല്ലാവിധ ഭാവുകങ്ങളും. അതെ, ഇത്തവണത്തെ SSLC ഫലപ്രഖ്യാപനം വരുമ്പോൾ അതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി മാറുകയാണ് ഈ കാഴ്ച. ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മറികടന്ന് പരീക്ഷ എഴുതി ആസിം വെളിമണ്ണ 5 A+ നേടിയിരിക്കുന്നു. വലിയ സന്തോഷത്തിലാണ് കുടുംബം നിലവിലുള്ളത്. അവരുടെ സന്തോഷത്തിൽ 24 പങ്കുചേരുകയാണ്.